പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോണവും രണ്ടു ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ശാലോം TV പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം അരുളുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടെ ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും തക്കവിധം ദൈവം ഒരുക്കുന്ന ഈ ആത്മീയ വിരുന്ന് നമുക്കെന്നും പ്രയോജനപ്രദമായി തീരട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് അഥവാ ലൂക്ക എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ ഒരു ദൂത് നമുക്ക് ഗ്രഹിക്കാം. നോ വൺ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിവുള്ള ഒരു ദാസനും ഇല്ല. എന്തെന്നാൽ അവനൊന്നുകിൽ ഒരുവനെ സ്നേഹിക്കും, മറ്റവനെ ദ്വേഷിക്കും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കും, അപരനെ അവമാനിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും ദ്രവ്യത്തെയും ഒപ്പം സേവിപ്പാൻ സാധ്യമല്ല. ഇങ്ങനെ കർത്താവ് ദൈവത്തെയും പണത്തെയും വ്യത്യസ്തപ്പെടുത്തി കാണിച്ചുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മത്തായി 6:24 ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവവും ദ്രവ്യവും. ഇതിനെ സംബന്ധിച്ച് ഇത് പരീശന്മാർ, ഫാരിസീസ് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം ഇതല്ല, അവർ കേട്ട ആ കാര്യത്തെ സംബന്ധിച്ചാണ് വിഷയം വരുന്നത്. പരീശന്മാർ ഇതെല്ലാം കേട്ടപ്പോൾ അവർ ദ്രവ്യാഗ്രഹികളായിരുന്നതിനാൽ അവർ തന്നെ പരിഹസിച്ചു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു. മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായത് ദൈവം മുൻപാകെ നിന്ദ്യമാകുന്നു. മനുഷ്യരുടെ മുൻപിൽ വലിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ദൈവം അത് വിലയേറിയതായിട്ട് കാണുന്നില്ല. ന്യായപ്രമാണവും ദീർഘദർശിമാരും യോഹന്നാൻ വരെ അതുമുതൽ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും അതിലേക്ക് പ്രവേശിക്കുവാൻ തിരക്ക് കൂട്ടുന്നു. ഇങ്ങനെ ദൈവത്തിൽ ഉന്നതമായ കാര്യങ്ങൾ എന്താണ്? മനുഷ്യക്കുന്നതമായ കാര്യങ്ങൾ എന്താണ്? ദൈവത്തിൽ പ്രതിഫലം കിട്ടുന്നത് എന്താണ്? മനുഷ്യരുടെ മുൻപിൽ പ്രതിഫലം ഉണ്ട് എന്ന് വിചാരിക്കുന്നതും എന്താണ്? പ്രതിഫലത്തെ സംബന്ധിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ദൈവം മുൻപാകെ നിന്ദ്യമായ കാര്യം ചിലപ്പോൾ മനുഷ്യന് മുൻപാകെ ഉന്നതമായിരിക്കും. മനുഷ്യന് മുൻപാകെ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയും ഉപവാസവും നേർച്ചയും അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ പ്രീതികരമായൊരു കാര്യമായിരിക്കാം. എന്നാൽ ദൈവത്തിന് മുൻപാകെ ആരെന്ത് ചെയ്യുന്നു ദൈവം നോക്കുകയാണ്. ഗിരിപ്രഭാഷണത്തിൽ വിശുദ്ധ മത്തായി 7 സുവിശേഷത്തിൽ അവിടെ 6-ാം അധ്യായത്തിൽ 3 കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ സംസാരിക്കുന്നത് ഭിക്ഷാദാനം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. മത്തായി 6-ാം അധ്യായം നമുക്ക് കേൾക്കാം. 1 മുതൽ 4. മനുഷ്യർക്ക് കാണപ്പെടുവാനായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഭിക്ഷാദാനം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിപ്പിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവം മാത്രം കണ്ട് ഭിക്ഷ കൊടുക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ അതിനാണ് ദൈവം പ്രതിഫലം നൽകുന്നത്. യഥാർത്ഥത്തിൽ നാം ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണോ? മനുഷ്യരെല്ലാം കാണണം, ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് കാണണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം പ്രതിഫലം നൽകേണ്ട കാര്യമില്ല. മനുഷ്യരുടെ മുമ്പിൽ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന് ദൈവം പറയുന്നു. 2 തരം പ്രതിഫലമുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ ലഭിക്കുന്ന പ്രതിഫലവും ദൈവം നൽകുന്ന പ്രതിഫലവും. നമുക്ക് ഏത് പ്രതിഫലത്തിലാണ് താല്പര്യം? മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുവാനായി കപടഭക്തർ സംഘാലയങ്ങളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നിൻ്റെ മുമ്പിൽ കാഹളനാദം മുഴക്കരുത്. മനുഷ്യരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ വളരെ വലുതായിരിക്കും. എന്നാൽ മനുഷ്യരാരും കാണുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യാവുന്ന ദാനധർമ്മങ്ങൾ എത്രയായിരിക്കും? അത് മനുഷ്യരുടെ മുമ്പിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കുമോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? എന്താണ് നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഒരാഗ്രഹം? അവർക്ക് സത്യമായും പ്രതിഫലം കിട്ടിയെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് നീ ഭിക്ഷാദാനം ചെയ്യുമ്പോൾ
അത് രഹസ്യമായിരിക്കുവാൻ, നിൻ്റെ രഹസ്യമായി ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് ദൈവം പരസ്യമായി പ്രതിഫലം നൽകുമെന്ന് വ്യക്തമായി നമ്മോട് അറിയിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. മറ്റൊന്ന്, പ്രാർത്ഥന നടത്തുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പരസ്യമായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് മനുഷ്യർ നമ്മെ പ്രാർത്ഥനാ മനുഷ്യനായി കാണുന്നു, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരുവന് ദൈവം പ്രതിഫലം കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ പ്രതിഫലത്തെ സംബന്ധിച്ചാണ് നാം ഇങ്ങനെ സംസാരിക്കുന്നത്. മത്തായി 6 5, 6 വചനങ്ങളിലാണ്. മത്തായി 6:16 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം, ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ, ഉപവസിക്കുകയാണെന്ന് പോലും തോന്നാതെ നീ ഉപവസിക്കുന്നുണ്ട്. മറ്റുള്ളവർ നമ്മെ കാണുന്നത് ഞാൻ ഉപവസിക്കുകയാണ് ഇത്ര ദിവസമായി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മഹത്വം, മനുഷ്യനിൽ നിന്നുള്ള മഹത്വം, അതാണോ നീ ആഗ്രഹിക്കുന്നത്? അതെയോ കർത്താവ് ഇവിടെ പറയുകയാണ്, അവർ ക്ഷീണഭാവം കാണിക്കുകയാണ് മനുഷ്യരുടെ മുമ്പിൽ ഉപവസിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നീ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഉപവസിക്കുമ്പോൾ മുഖം കഴുകി തലയിൽ തൈലം പൂശി രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനല്ലാതെ നീ ഉപവസിക്കുകയാണെന്ന് ആരും അറിയില്ല. ഇങ്ങനെയുള്ള ഉപവാസം നീ അനുഷ്ഠിക്കാറുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. നാമും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, അത് മറ്റുള്ളവരെ സഹായിക്കലാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഉപവാസമാകട്ടെ, ഇതെല്ലാം നിവർത്തിക്കുമ്പോൾ പ്രതിഫലമുണ്ടെന്ന് പറയുകയാണ്. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 10-ാം വചനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും പ്രതിഫലമുണ്ട്, അവിടുന്ന് ഒന്നിനും പ്രതിഫലം നൽകാതിരിക്കില്ല. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 10-ാം വാക്യം, ഇതാ ദൈവമായ കർത്താവ് ബലവാനായി വരുന്നു, അവൻ്റെ ഭുജം ശക്തിയോടെ വരുന്നു, ഇതാ കൂലി അവൻ്റെ കൈവശവും പ്രതിഫലം അവൻ്റെ കയ്യിലും ഉണ്ട്. ഓരോരുത്തരും പ്രതിഫലം നൽകുവാൻ തക്കവിധം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അത് നിശ്ചയമായും ഉണ്ട് എന്ന് നാം അറിയേണ്ടതാണ്. യെശയ്യായുടെ പുസ്തകം 62-ാം അധ്യായം 11-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ നിന്റെ രക്ഷകൻ വരുന്നു, കൂലി അവൻ്റെ കൈവശവും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സഹീയോൻ പുത്രിയോട് പറയുമെന്നിങ്ങനെ കർത്താവ് ഭൂമിയുടെ അറുതി വരെ ഘോഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 22:12 അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം എൻ്റെ കയ്യിലുണ്ടെന്ന് ദൈവം പറയുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 12. ഇതാ ഞാൻ വേഗം വരും, ഓരോരുവനും അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ പ്രതിഫലവും എന്നോട് കൂടെയുണ്ട്. മത്തായി 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായം 11-12 വചനങ്ങളിൽ മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും എന്നെ പ്രതി നിങ്ങൾക്കെതിരായി സർവ്വ ദുഷിച്ച വാക്കുകളും അസത്യമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. വല്ല സത്യം കാണുമോ? ഇല്ല. എന്ത് വാക്കുകളാണ് പറയുന്നത്? ദുഷിച്ച വാക്കുകളാണ്. ദുഷിച്ച വാക്കുകൾ അസത്യമായി പറയുകയാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ സത്യമുണ്ട്, നമുക്കെതിരായിട്ട് ദുഷിച്ചതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷിച്ചാനന്ദിക്കും. നമുക്ക് സന്തോഷം ഉണ്ടാകുമോ? ദൈവമകനാണെങ്കിൽ ദൈവമകളാണെങ്കിൽ സന്തോഷം ഉണ്ടാകാറുണ്ടോ? അവിടെയാണ് നാമും ദൈവത്തിൻ്റെ മനസ്സുമായിട്ടുള്ള ആ വ്യത്യാസം. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള കാര്യവും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചിന്തയും എത്ര വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ടത്, ദൈവമേ അങ്ങയുടെ മനസ്സെന്താണ്? അങ്ങ് എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഗ്രഹിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോന്നിനും പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം അധ്വാനിക്കുക. ദൈവം അങ്ങനെ തന്നെയാണ്. ബലം ഉണ്ടാകാനാണ് വൃക്ഷം നൽകുന്നത്. സെയിൻറ്റ് ലൂക്ക് 13 13-ാം അധ്യായം 6 മുതൽ 9 വചനത്തിൽ അത്തിവൃക്ഷം നട്ടു, അത് കിളച്ച് വളമിട്ട് നോക്കി, അതിൽ 3 വർഷം നോക്കി, ഫലം ഉണ്ടായില്ല. അപ്പോൾ യജമാനൻ പറഞ്ഞു, വെട്ടിക്കളയാൻ പറഞ്ഞു. തോട്ടക്കാരൻ പറഞ്ഞു, യജമാനെ 1 വർഷം കൂടെ നിൽക്കട്ടെ, കിളച്ച് വളമിട്ട് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഫലമുണ്ടായേക്കാം, ഇല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞോളൂ. അപ്പോൾ നോക്കും, ദൈവവും ഫലം അന്വേഷിക്കുകയാണ്. നല്ല ഫലം. പഴയ ഇസ്രായേലിനെ കുറിച്ച് മുന്തിരിയാണ് നട്ടത്, പക്ഷേ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പുതിയ നിയമ ഇസ്രായേൽ വിളിക്കപ്പെട്ട് ദൈവം പ്രതിഫലം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ പ്രതിഫലത്തിന് ആര് യോഗ്യനാകും എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ദൈവം വലിയ പ്രതിഫലമാണ് വച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം വഴി, പ്രാർത്ഥന വഴി, ശുശ്രൂഷ വഴി,
മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി ദൈവനാമമാണ് മഹത്വപ്പെടുക. അതുകൊണ്ട് നാം ഒരിക്കലും നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുന്ന എബ്രായർ 10:35 പറയുന്നുണ്ട്. അത് വലിയ പ്രതിഫലം ഉണ്ടാക്കും. പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള നിരുത്സാഹം, അവരെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ കളിയാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആത്മീക ചൈതന്യവും ഇല്ലാതായി പോകുന്നൊരു മേഖല നമുക്കുണ്ടാകാറുണ്ട്. എബ്രായർ 10:35 ഇങ്ങനെ പറയുകയാണ്, നമുക്ക് കേൾക്കാം. ആകയാൽ വളരെയേറെ പ്രതിഫലമുള്ള ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നമുക്ക് വലിയ തീഷ്ണതയാണ്, വലിയ സ്നേഹമാണ്. വിശ്വാസത്തിൽ വന്നു, ദൈവസ്നേഹം അറിഞ്ഞു, രുചിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞു, ദൈവത്തെ നൽകുവാനും ദൈവത്തിൽ കൃപയോടെ ഇടപെടുവാനും. അപ്പോൾ അനേകം തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്ക് വരികയാണ്, അല്ലെങ്കിൽ ഇടർച്ചകൾ വരികയാണ്, എതിർപ്പുകൾ വരികയാണ്. ഇപ്പം ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ വരും. ആദ്യമൊക്കെ മത്തായി 10:34 മുതൽ 39 വരെയുള്ള വചനം. മത്തായി 10:34-39 വിശുദ്ധ ലൂക്കോസ് അല്ലെങ്കിൽ ലൂക്ക 12:51-53 അവിടെ നമുക്ക് ശ്രമിക്കാൻ സാധിച്ചാൽ ഒരുവൻ്റെ വീട്ടുകാർ തന്നെയായിരിക്കും അവൻ്റെ ശത്രുക്കൾ എന്നാണ് പറയുന്നത്. അത് ഒരു വീട്ടിൽ 5 പേരുണ്ടായിരിക്കും, 3 പേർ 2 പേർക്ക് വിരോധമായിട്ട് ഭിന്നിച്ചിരിക്കും. കർത്താവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരുമായിട്ട് രണ്ടാകും. അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും. കർത്താവിനെ അറിയുന്നവരും കർത്താവിനെ അറിയാത്തവരും. കർത്താവിനെ എങ്ങനെ അറിയുക? വ്യക്തിപരമായി അറിയുക, കർത്താവിൻ്റെ ഹിതം അറിയുക. അങ്ങനെയെങ്കിൽ നാം അപ്പോഴെങ്ങനെയാണ് ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ടിടയായത്? അല്ലെങ്കിൽ നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് നൽകിയ അനുഭവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് എത്ര ജ്ഞാനത്തോടുകൂടെ, വിവേകത്തോടുകൂടെ, ദൈവസ്നേഹത്തോടുകൂടെ, ദൈവവിശ്വാസത്തോടുകൂടെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മത്തായി 10 കേൾക്കാം. 34 മുതലുള്ള വചനമാണ്. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ ഞാൻ വന്നിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ വന്ന് സമാധാനം വരുത്തുവാനല്ല, പിന്നെയോ വാളിനെ അത്രേ. എന്നാൽ ഒരുവനെ അവൻ്റെ പിതാവിനെതിരായും പുത്രിയെ അവരുടെ മാതാവിനെതിരായും മരുമകളെ തൻ്റെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നത്. മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെയാവുന്നു. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നു എനിക്ക് യോജിക്കുന്നവനല്ല. എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ ആരും എനിക്ക് യോജിക്കുന്നവൻ അല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ നശിപ്പിക്കും. എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അതിനെ കണ്ടെത്തും. നോക്കുക, ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി, ദൈവവിശ്വാസത്തിന് വേണ്ടി, ദൈവത്തിലുള്ള കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടി നാം എടുക്കുന്ന പെയിൻ അല്ലെങ്കിൽ സഹനം, അത് എത്ര ശ്രേഷ്ഠമാണ്, അതിന് പ്രതിഫലമുണ്ട് എന്ന് ദൈവം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ എത്ര ശ്രേഷ്ഠമായ പ്രതിഫലമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിൽ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരവസരത്തിൽ ദൈവം 100 സ്റ്റെപ്സ് അവൻ്റെ അടുക്കിലേക്ക് വയ്ക്കുന്ന ഒരു ആത്മീയ പിതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊത്ത് സഞ്ചരിക്കുവാനായിട്ട് ഇടയാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണോ നിർത്തിക്കാനായിട്ട് സാധിക്കുക, അതാണ് നമുക്കുള്ള പ്രതിഫലം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നവന് അല്ലെങ്കിൽ വിജയം വരിക്കുന്നവന് ഞാൻ എന്തെല്ലാം നൽകുമെന്ന്. വിജയം വരിച്ചാൽ അവൻ എന്തെല്ലാം പ്രാപിക്കുമെന്ന് അത് നമുക്ക് ഗ്രഹിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമുക്കിപ്പോൾ വായിച്ചാൽ മനസ്സിലാക്കാം, പക്ഷേ അതിൻ്റേതായ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പോലും നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല. വെളിപാടിൻ്റെ പുസ്തകം തന്നെ ഒരു ആത്മീക തലത്തിലുള്ള ഒരു പുസ്തകമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ വെളിപാട് 1:10 ആത്മാവിൽ നിമഗ്നനായി കർത്തൃദിവസത്തിലിരുന്ന് ആത്മാവിൻ്റെ രഹസ്യങ്ങൾ സ്വീകരിച്ച് ഞാനവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെയായെന്നെല്ലാം പറഞ്ഞ വലിയ രഹസ്യങ്ങൾ ഉൾക്കൊണ്ട് എഴുതുന്ന ഒരു പുസ്തകമാണ്. AD 96 മുതൽ 99 വരെയുള്ള കാലഘട്ടത്തിലാണ്. ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിജയം വരിക്കുന്നവൻ അല്ലെങ്കിൽ ജയിക്കുന്നവന് എന്താണ് കർത്താവ് നൽകുവാൻ പോകുന്നത്? സഭകളോട് ആത്മാവ് എന്ത് പറയുന്നു എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് എൻ്റെ ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാൻ ഞാൻ കൊടുക്കും. അപ്പോൾ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, ഉൽപ്പത്തി 2:9 നന്മ അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലമുണ്ടായിരുന്നു, അത് ഭുജിക്കരുതെന്ന് പറഞ്ഞു. അത് ആദ്യ മാതാപിതാക്കൾ സ്വീകരിക്കാനിടയായി.
വലിയ വീഴ്ച സംഭവിച്ചു. അവിടെ തന്നെ ഉൽപ്പത്തി 2 ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉൽപ്പത്തി 3:24 ചുറ്റിത്തിരിയുന്ന കൃപകളെ കാവലാക്കി നിർത്തി ആദാമിനെ ഹവ്വയെ വേദൻ തോട്ടത്തിലേക്ക് നിന്ന് പുറത്തേക്ക് അയച്ചത്. ഇവിടെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അത് ഞാൻ ഭുജിക്കുവാനായിട്ട് കൊടുക്കുമെന്ന് ജയിക്കുന്നവനെ, വിജയം വരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുകയാണ്. ഉൽപ്പത്തി 2 വെളിപാടിൻ്റെ പുസ്തകം 2 അധ്യായത്തിൽ വീണ്ടും 11 വചനം ഇവിടെ പറയുകയാണ്, ആത്മാവ് സഭകളോട് എന്ത് പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാമത്തെ മരണത്താലുള്ള ദോഷം ഉണ്ടാകുകയില്ല. രണ്ടാം മരണം എന്ന് പറയുന്നത് വെളിപാട് 20:14 വെളിപാടിൻ്റെ പുസ്തകം 20:14 രണ്ടാം ജനനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. വീണ്ടും ജനനം. എന്നാൽ രണ്ടാം മരണം അത് പാതാളത്തെയും അതുപോലെ തന്നെ പിശാചിനെയും പിടിച്ച് നരകത്തിലെറിയുക, അല്ലെങ്കിൽ അഗ്നി തടാകത്തിലെറിയുക, അഗ്നി തടാകത്തിലേക്ക് ഇടുക. പാതാളത്തെയും മരണത്തെയും പിടിച്ച് എങ്ങോട്ട് ഇടണം? അഗ്നി തടാകത്തിലേക്ക് എറിയുന്നതാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ രണ്ടാം മരണം ഉണ്ടാകുകയില്ല. ആർക്ക്? ജയിക്കുന്നവന്, വിജയം വരിക്കുന്നവന്. ആത്മാവ് സഭകളോട് എന്ത് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാമത്തെ മരണത്താലുള്ള ദോഷം ഉണ്ടാകുകയില്ല. അപ്പം ഇങ്ങനെ വിജയം വരിച്ചാലുള്ള ഗുണങ്ങളെ സംബന്ധിച്ചും അതിനുള്ള പ്രതിഫലത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 2 അധ്യായം 17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവ് സഭകളോട് എന്ത് പറയുന്നെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഹിഡൻ മന്ന, മറച്ചു വയ്ക്കപ്പെട്ട മന്ന. മന്ന എന്ന് പറഞ്ഞാൽ സംഖ്യ 11:7 ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകി ഓരോ ദിവസവും ഓരോരുത്തരും ഒരിടങ്ങഴി വിറക്കുവാൻ തക്കവിധം രേഫ എന്ന് പറയും, പെറുക്കുവാൻ തക്കവിധം നൽകപ്പെട്ട ഒന്നാണ്. കൂടുതൽ പിറക്കിയവന് കൂടുതലോ കുറച്ച് പിറക്കിയവന് കുറവോ കിട്ടിയില്ല. പിറ്റേ ദിവസത്തേക്ക് വെക്കരുതെന്ന് പറഞ്ഞു, വെച്ചു, അത് ചീത്തയായിപ്പോയി. എന്നാൽ സാബത്തിന് തലേ ദിവസം പിറക്കിയപ്പോൾ പിറ്റേ ദിവസം വെക്കാമെന്ന് പറഞ്ഞത് വെച്ചു, അത് നിശ്ചയമായിട്ടും കേടാകാതെ അവർക്ക് വേണ്ടി അത് ഭക്ഷ്യയോഗ്യമായി നിലനിന്നു. എന്നാൽ നിയമവട്ടത്തിൽ വെക്കാനായിട്ട് വന്നപ്പോൾ അത് വർഷങ്ങളോളം ഇരിക്കുവാൻ തക്കവൻ ദൈവം അത് ശക്തിയുള്ളതാക്കി മാറ്റുകയും ചെയ്തു. ഇവിടെ ഹിഡൻ മന്നയാണ്, മറഞ്ഞിരിക്കുന്ന മന്നയാണ്. ഞാൻ അവനെ ഒരു വെള്ളക്കല്ലും ആ കല്ലിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ പേരും കൊടുക്കും. അത് ലഭിക്കുന്നവനല്ലാതെ മറ്റാർക്കും മനസ്സിലാകാത്തതുമാണ്. പുതിയൊരു പേരവന് കൊടുക്കും, അത് അവന് വേറെ ആർക്കും മനസ്സിലാകുകയുമില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് അബ്രാം എന്ന മനുഷ്യനാണ് ദൈവം അബ്രഹാം എന്ന് പേരിട്ടത്. ദൈവത്തിന് ഓരോ പ്രത്യേകതയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17:5 നിന്റെ പേര് അബ്രാം എന്നല്ല, നിന്റെ പേര് അബ്രഹാം എന്നാകും. അതുപോലെ തന്നെ ഉൽപ്പത്തി 17:15 നിന്റെ ഭാര്യയുടെ പേര് സാറായി എന്നല്ല, അവളുടെ പേര് സാറ എന്നത്രേ, SARAH, സാറ എന്നത്രേ. അപ്പോൾ ഇങ്ങനെ ദൈവം ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു പേര് നൽകുന്നുണ്ട്. അപ്പം ബാപ്റ്റിസ്മൽ നെയിം നമുക്ക് നൽകുന്നുണ്ട്. ഒരു വിശുദ്ധയുടെ പേരാണ്. അപ്പോൾ ദൈവം വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ഒരു പുതിയ പേര് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. ദൈവം നാം എന്തായിരിക്കുന്നുവോ ആ ഒരു പുതിയ പേരാണ് നൽകാൻ പോകുന്നത്. 1 കൊറിന്ത്യൻസ് ലേഖനം 13 അധ്യായം 12 ഇപ്പോൾ നാം ഭാഗികമായി കാണുന്നു, കണ്ണാടിയിലൂടെ കടമൊഴിയായി കാണുന്നു, അവ്യക്തമായി കാണുന്നു, അപ്പോൾ നാം മുഖാഭിമുഖം കാണുന്നു. നാം ആരാണെന്ന് ഇതുവരെ വെളിവാക്കപ്പെട്ടിട്ടില്ല, അതെന്തായി തീരുന്നു എന്ന് നമുക്കറിയാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് അന്ന് വിജയം വരിക്കുന്നവന് കൊടുക്കാൻ പോകുന്ന ഒരു പേരുണ്ട്. ആ പേര് അവന് മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും അത് അറിയാൻ സാധിക്കുകയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 2 അധ്യായം 26 വാക്യത്തിൽ വിജയം വരിക്കുന്നവൻ അല്ലെങ്കിൽ ജയിക്കുന്നവന്, എൻ്റെ പ്രവൃത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവന് ജാതികളുടെ മേൽ ഞാൻ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് വടി കൊണ്ട് അവരെ മേയ്ക്കും, കുശവൻ്റെ മൺപാത്രം പോലെ അവ നുറുങ്ങിപ്പോകും. എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതുപോലെ തന്നെ ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് എന്ത് പറയുന്നുവെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. യെശയ്യാ 22:22 ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവന് തോൾ ഞാൻ വെച്ചു കൊടുക്കാൻ, തുറന്നാൽ ആരും അടക്കിയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. വെളിപാടിൻ്റെ പുസ്തകം 3:7 വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ജനപദങ്ങളുടെ മേൽ അധികാരം കൊടുക്കുന്ന ഒരു വലിയ അനുഭവമാണ് വിജയം വരിക്കുന്നവന്, ജയിക്കുന്നവന് ദൈവം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മരണശേഷവും പ്രവർത്തിക്കുന്ന വിശുദ്ധരുണ്ട്, അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ. അതായത് ഈ വെളിപാട് 14:13 പറയുന്നുണ്ട്, അത് ഇന്നു മുതൽ മിശിഹായിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവരവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടിയിരിക്കുന്ന അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. തുടർന്നും ജനപദങ്ങളുടെ മേൽ അധികാരം കൊടുക്കുന്ന ഒരു വലിയ കൃപയാണ് ഈ മരണശേഷവും
ഇങ്ങനെ വിജയം വരിക്കുന്നവന് ദൈവം നൽകുന്ന വലിയ അനുഭവം. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജയിക്കുന്നവൻ ഇങ്ങനെ വെള്ളയങ്കി ധരിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും അവരുടെ പേര് ഞാൻ മായ്ച്ചു കളയുകയില്ല. അപ്പം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അത് പരിശുദ്ധ മാമോദീസായിൽ ജീവൻ്റെ പുസ്തകത്തിൽ ജീവഗ്രന്ഥത്താളിൽ ഇവളുടെ നാമം എഴുതണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ അവിടെ പേരെഴുതപ്പെടുകയാണ്. ആ മാമോദീസായിൽ ലഭിച്ച കൃപാവരം നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നവരുണ്ട്. തുടർച്ചയായി അധ്വാനിച്ചവർ അനേകം വിശുദ്ധർ അങ്ങനെയാണ്. എന്നാൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി വീണ്ടും അനുതാപത്തിലൂടെയും പാപപരിഹാര കർമ്മങ്ങളിലൂടെയും അതുപോലെ കുമ്പസാര അനുഭവത്തിലൂടെയും ദൈവം പാപം ക്ഷമിച്ച് അനേകം പേരുടെ പ്രാർത്ഥനയാൽ പുണ്യം പ്രാപിക്കുന്ന അനേകം വിശുദ്ധരുണ്ട്. അവിടെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അനേകം പേര് ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള അനേകം പേരെ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സ്വന്തം ചിന്ത കൊണ്ടും വചനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും അവരുടെ പേര് ഞാൻ മായ്ച്ചു കളയുകയില്ല. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൻ്റെ പേര് മാഞ്ഞു പോകുമോ? എപ്പോഴെങ്കിലും ഇപ്രകാരം ജീവൻ്റെ പുസ്തകത്തിൻ്റെ പേര് പുസ്തകത്തിൽ എഴുതപ്പെട്ട പേര് മാഞ്ഞു പോകുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം. പുറപ്പാട് 32:30-35 വരെയുള്ള വചനങ്ങളിൽ, പുറപ്പാട് 32:30-35 മോശ 10 കൽപ്പനകളെല്ലാം പ്രാപിച്ചു. ഒന്നാമത്തെ കൽപ്പന വളരെ സീരിയസ് ആയിട്ടുള്ള എല്ലാ കൽപ്പനയും സീരിയസ് ആണ്. ഒന്നാമത്തെ കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ കൽപ്പന ഞാനല്ലാതെ അന്യദേവന്മാർ നിനക്ക് ഉണ്ടാകരുതെന്ന് പറയുന്ന കൽപ്പനയാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. സ്വർണം കൊണ്ട് കാളക്കൊട്ടി ഉണ്ടാക്കി അവർ ആരാധന നടത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ ഞാൻ കയറി ചെല്ലാം, നിങ്ങളുടെ പാപം ക്ഷമിക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കാം എന്ന് മോശ പറയുകയാണ്. അങ്ങനെ മോശ ദൈവത്തിൻ്റെ പക്കൽ ചെന്ന് കവഴിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവർ സ്വർണം കൊണ്ട് കാളക്കൊട്ടി ഉണ്ടാക്കി ആരാധിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങ് ഇവരുടെ പാപം, ഇവർ കഠിന പാപം ചെയ്തിരിക്കുന്നു, ഇവരുടെ പാപം പുറത്തെങ്കിൽ കൊള്ളാമായിരുന്നു. മോശ ഒരു പ്രാർത്ഥനയും കൂടി ആഡ് ചെയ്യുകയാണ്. അങ്ങ് ഇവരുടെ പാപം ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങ് എഴുതിയിരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഒരു വലിയ പ്രാർത്ഥനയായിപ്പോയി. വെറുമയാക്കിക്കൊണ്ടുള്ള, തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള, ഈ ജനത്തിന് വേണ്ടി തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് മോശ പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവം ഉത്തരമായി പറയുന്നൊരു ഭാഗമുണ്ട്, നീ ഇപ്പോൾ പോവുക, എനിക്കെതിരെ പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാം. അപ്പം അങ്ങനെ ഒരു ഭാഗം നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. എനിക്കെതിരെ പാപം ചെയ്തവൻ്റെ പേര് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയാം. അപ്പം ദൈവത്തിനെതിരെ പാപം ചെയ്യുക. മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം പൊറുക്കും. മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താലോ എന്ന് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പം മനുഷ്യൻ ദൈവത്തോട് എപ്പോഴാണ് പാപം ചെയ്യുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കണം. എനിക്കെതിരെ പാപം ചെയ്തവൻ്റെ പേര് എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാം. അതാണ് ജീവൻ്റെ പുസ്തകത്തിലെ പേര് മാഞ്ഞു പോകുന്ന ഒരനുഭവം. അതുകൊണ്ട് അവൻ്റെ പേര് ഒരിക്കലും ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് ഞാൻ മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ മാലാഖമാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അവനെ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് എന്താണ് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വീണ്ടും പ്രതിഫലം വരുന്നു. എന്താണ്? വിജയം വരിക്കുന്നവന്, ജയിക്കുന്നവന് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ സ്തംഭമാക്കും. ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വീണ്ടും ഇരിക്കണം. ജയിക്കുന്നവന് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്തംഭമാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ ഞാൻ എഴുതും. 3 പേര് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. അതെന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ ഗ്രഹിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. എൻ്റെ ദൈവത്തിൻ്റെ നാമവും സ്വർഗത്തിൽ നിറങ്ങി വരുന്ന പുതിയ ജെറുസലേം, ന്യൂ ജെറുസലേം സഭയാണ്. പുതിയ യെരൂശലേമിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ധ്യാനിച്ചാൽ മതി. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 21-ാം വചനത്തിൽ, ജയിക്കുന്നവന് അവൻ എന്നോടൊരുമിച്ച് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. ആയത് ഞാനും ജയിച്ച് എൻ്റെ പിതാവും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് എന്താണ് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നോക്കുക, അപ്പോൾ കർത്താവ്
തന്നോട് ഒരുമിച്ചിരിക്കുവാൻ തക്ക വിധമുള്ള വലിയ കൃപയ്ക്കായി നമ്മെ ഒരുക്കുന്നുണ്ട്. മത്തായി 19:27-30 സ്ലീഹന്മാരെ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ വന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മൾ പലപ്പോഴും ചോദിക്കുക, എന്തെങ്കിലും കിട്ടുമോ? പ്രതിഫലം വല്ലതും കിട്ടുമോ? മത്തായി 19:27 അവിടെ കർത്താവ് വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. അവർക്കിത് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള വിചാരിച്ചുകൊണ്ടാണ് കർത്താവ് അത് പറയുന്നത്. മത്തായി 19:27 കേൾക്കാം നമുക്ക്. കീപ്പ ഉത്തരമായി തന്നോട്, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ പിന്നാലെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തുണ്ടാകും? യേശുദാൻ അവരോട്, എൻ്റെ പിന്നാലെ വന്നിരിക്കുന്ന നിങ്ങളോ മനുഷ്യപുത്രൻ പുതിയ ലോകത്തിൽ മഹത്വ സിംഹാസനത്തിലിരിക്കുമ്പോൾ, ഇപ്പോഴല്ല, നിങ്ങളും 12 സിംഹാസനങ്ങളിലിരുന്ന ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിക്കും എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം ആരെങ്കിലും വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിച്ചാൽ 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെ അവകാശമാക്കും. അനേകം മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. മത്തായി 19:30, ലൂക്കോസ് 13:30. അപ്പോൾ ഇങ്ങനെ സുവിശേഷം അറിയിക്കുക, കർത്താവിനെ പരിചയപ്പെടുത്തുക, കർത്താവിൻ്റെ പുണ്യങ്ങളിൽ പങ്കാളികളാകുക, പ്രതിഫലത്തിന് യോഗ്യനാകുക, ഇത് നമ്മുടെ ഭാഗ്യമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ